ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ സ്ലറികളെ, അതായത് കീടനാശിനികളെ കുറിച്ച് പറയാം. ഇതിപ്പോൾ രണ്ട് തരം കീടനാശിനികളുണ്ട്. രാസ കീടനാശിനിയും മറ്റൊന്ന് ജൈവ കീടനാശിനിയും. രാസ കീടനാശിനി എന്ന് വെച്ചാൽ വിഷമാണ്. അത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടുന്ന വിളവെടുപ്പിൻ്റെ ഒരു ഭാഗമില്ലേ, ഇതിപ്പോൾ കുക്കുംബറാണെന്ന് വിചാരിച്ചോ. അപ്പോൾ കുക്കുംബർ നമ്മളിപ്പോൾ കഴിക്കുകയാണ്, ഈ രാസ കീടനാശിനിയായിട്ടുള്ള ഈ കീടനാശിനി നമ്മൾ ഇടുകയാണ്. അപ്പോൾ നമ്മളുടെ മനുഷ്യ ശരീരത്തിന് അത് ഹാനികരമാണ്. പിന്നെ ജൈവ കീടനാശിനിയാണ്. അതെന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിന് ഒരു ദോഷവും വരില്ല. പിന്നെ നമ്മളുടെ ഇതാണ് പുകയില കഷായം, കണ്ടില്ലേ? പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുക്കള വേസ്റ്റ് സ്ലറിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ജൈവ സ്ലറി ഉണ്ട്, അതിൻ്റെയും ഞാൻ വീഡിയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അടുക്കള വേസ്റ്റ് സ്ലറി എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ഇടുന്ന പച്ചക്കറികളില്ലേ, അതിൻ്റെ വേസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡ്രമ്മിൽ ഇട്ട് വയ്ക്കുക. പിന്നെ അത് ആദ്യമായിട്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നല്ലോണം ദ്രവിച്ച് ഇതേപോലെ കണ്ടോ, ഇങ്ങനെ സ്ലറി ആയിട്ട് വരും. എന്നിട്ടാണെങ്കിൽ ഈ 1 കപ്പ് സ്ലറി എടുത്ത് അതിലേക്ക് 10 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ടാണെങ്കിൽ അത് ഓരോ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ചെടികളൊക്കെ നല്ല ഗ്രോത്തോടെ ഇതേപോലെ വളരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരു ദോഷം വരില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് വെളുത്തുള്ളി പ്ലസ് വേപ്പെണ്ണ പ്ലസ് മിശ്രിതമാണ്. പിന്നെ ഇത് ചെടികൾക്ക് പൊട്ടാസ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം പ്ലസ് ശർക്കരയാണ്. കണ്ടോ, പൊട്ടാസ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ വിനാഗിരിയാണ്, കണ്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം പ്ലസ് വിനാഗിരി പ്ലസ് സോപ്പ്, കണ്ടോ. ഇതൊക്കെ നമ്മൾ ഒരു അടിക്കുമ്പോൾ നമ്മളത് പ്രത്യേകം ചെടിയുടെ ഇലയില്ലേ, ഇലമയാണ് അടിക്കേണ്ടത്. അത് മുകളിലും അടിക്കണം, അടിയിലും അടിക്കണം. കാരണം അടിയിലടിക്കുമ്പോൾ നമ്മുടെ കുറേ പുഴുക്കളുണ്ടാവുമല്ലോ, ആ പുഴുക്കളൊക്കെ ഈ ഇലയുടെ അടിയിലായിരിക്കും വന്നിരിക്കണ്ടാവുക. ആ ഇലയുടെ അടിയിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് ഒരു വെയിലും ഇല്ല, ഒരു തണുപ്പും ഇല്ല, സുഖമായിട്ട് കഴിയുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിലും അടിക്കണം, അടിയിലും അടിക്കണം. അപ്പം ഞാൻ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടാറ്റാ.